മഞ്ഞിൽ പൊതിഞ്ഞുപോയ പാദമുദ്രകളെ തേടിയുള്ള ഒരുവളുടെ തനിച്ചുള്ള യാത്രയാണിത്. 20 വർഷം മുമ്പ് നഷ്ടപ്പെട്ട മേജർ മുകുന്ദ് എന്ന അച്ഛനെ അന്വേഷിച്ച് ഗോപാ മുകുന്ദ് എന്ന ആർമി ഡോക്ടറായ മകൾ യാത്ര തിരിക്കുന്നത് അച്ഛനെ കണ്ടെത്തുക എന്ന അമ്മ പോലും അറിയാത്ത ഹിഡൻ അജണ്ട അവൾ 8 വയസ്സ് മുതൽ ഉള്ളിൽ കെടാതെ കൊണ്ടു നടക്കുന്ന കനലായതുകൊണ്ടാണ്. കുഞ്ഞിലെ അവൾ വായിച്ചതെല്ലാം തിരഞ്ഞു പോകുന്ന പുസ്തകങ്ങളായിരുന്നു. സീതയെ തിരഞ്ഞുപോയ രാമനെ അവൾ കണക്കറ്റ് സ്നേഹിച്ചു. വഴി കണ്ടുപിടിക്കുന്ന കണക്കുകൾ പോലും അവളെ സ്നേഹിച്ചു. ഗോപ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു വിമാനം പറത്തി പറന്നുപോയ മുകുന്ദൻ എന്ന അച്ഛനെ. ഓപ്പറേഷൻ സ്നോ ലോട്ടസ് ഒരു സീക്രട്ട് റെസ്ക്യൂ മിഷൻ ആയിരുന്നു. ഹിമാലയത്തിന്റെ ഏറ്റവും ഉയരമുള്ള ആ ഭാഗത്ത് കൊടുംതണുപ്പിൽ പൂക്കുന്ന നീഹാരപത്മങ്ങളുള്ള ആ ഏരിയയിൽ ചൈനീസ് വിമാനങ്ങളോ ചോപ്പറുകളോ പറക്കാറില്ല. അവിടെ പറക്കുന്നവർ പിന്നീട് തിരിച്ചു വരില്ല എന്നായിരുന്നു അവരുടെ വിശ്വാസം. മഞ്ഞുതാമരയുടെ നടുക്കെന്തൊരു തീച്ചുവപ്പാണെന്ന് മേജർ മുകുന്ദ് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നപ്പോൾ, നീ നിന്റെ പണി മാത്രം ചെയ്യൂ, വാട്ട് ഈസ് അസൈൻ, വാട്ട് ഈസ് ഓർഡേർഡ്, യു ആർ എ സോൾജിയർ എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച ചൗധരിക്ക് പക്ഷെ അറിയില്ലായിരുന്നു മേജർ മുകുന്ദ് എന്നേക്കുമായി ആ നീഹാര പത്മത്തിൽ ഒളിക്കാൻ പോവുകയാണെന്ന്. ആ അച്ഛനെ അന്വേഷിച്ച് 20 വർഷങ്ങൾക്ക് ശേഷം ഗോപാ മുകുന്ദ് പോകുമ്പോൾ പ്രാർത്ഥന പോലെ, മഞ്ഞുതുള്ളി പോലെ പരിശുദ്ധമായൊരു ബുദ്ധ സന്യാസിയുടെ പ്രണയം അവളെ മുന്നോട്ട് കൈപിടിച്ച് കൊണ്ടുപോവുകയാണ്. ഒടുവിൽ കാറ്റുപിടിച്ച പായ്വഞ്ചി തിരകളിലെന്ന പോലെ തിരിഞ്ഞു നോക്കാതെ അവൻ പോകുമ്പോൾ, എന്റേതാണെന്ന് തോന്നിത്തുടങ്ങിയ നിമിഷം മുതൽ ഞാൻ ഭയന്നതായിരുന്നു ഇതെന്ന് ഗോപ പറയുമ്പോൾ, ഇനി അവളുടെ ചോര ചവർക്കുന്ന മുറിവുകളിൽ ചുണ്ടമർത്താൻ, ചുംബനത്താൽ മുറിവ് തുന്നാൻ ദാവ വരില്ലെന്ന യാഥാർത്ഥ്യം പൊള്ളുന്ന മഞ്ഞുപോലെ വേദനയുടെ മഞ്ഞുവീഴ്ച വായനക്കാരിൽ അവശേഷിപ്പിക്കുന്നതാണ് സോണിയ ചെറിയാന്റെ ആദ്യ നോവലായ സ്നോ ലോട്ടസ്.